ഒരിക്കലൊരു പ്രവാസിയായ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തിനോട് പങ്കുവച്ചു, ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഒരു വേദനയായി, ഒരു നീറ്റലായി കൊണ്ടു നടക്കുന്ന എന്നിൽ സംഭവിച്ചു പോയ ഒരു പാപമാണ്. 16 വയസ്സുള്ള ഒരു സമയത്ത് നാം ജീവിക്കുന്ന നമ്മുടെ ആ വീടിൻ്റെ പരിസരത്ത് അന്ന് ഓലമേഞ്ഞ ചെറിയ ചെറിയ വീടുകളായിരുന്നു. പരമ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഇന്ന ഫാമിലി. ആ വീട്ടിലേക്ക് കയറിയിട്ട് ഞാൻ ഒരു 2 പവൻ്റെ സ്വർണം മോഷ്ടിച്ചു. അത്രയേ ഉള്ളൂ അവരുടെ കൈവശം. പിന്നീട് എനിക്ക് പടച്ച റബ്ബിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ബോധ്യവും ബോധനവും വന്നു. അള്ളാഹു സമ്പത്തും സൗഭാഗ്യവും തന്നു. എൻ്റെ മക്കളെയും പേരമക്കളുമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ആ പ്രവാസിയായ സഹോദരൻ തൻ്റെ കൂട്ടുകാരനോട് പങ്കുവച്ചത്, നമ്മുടെ പള്ളിയുടെ ഇമാമ് ആ കുടുംബവുമായിട്ട് ഒരു നല്ല ബന്ധമുണ്ട്. സ്വർണത്തിൻ്റെ ഇന്നത്തെ വില ഞാൻ നൽകാം, ആ ഇമാമുമായി ഒന്ന് സംസാരിച്ചിട്ട് ഈ ക്യാഷ് ഞാൻ അങ്ങ് തന്നേക്കാം, ആരാണ് എന്ന് ഒരിക്കലും പറയരുത്. ഇമാമ് ആ വീട്ടുകാരെ വിളിച്ചിട്ട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ സ്വർണം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഉണ്ട് ഉസ്താദെ, കാരണം ഈ കഴിഞ്ഞ ഹജ്ജിന് പോയപ്പോഴും ഞങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ഞങ്ങൾക്കങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, മോഷണം നടത്തിയതാണ്. പക്ഷേ ആ മോഷണം നടത്തിയ ആ കള്ളൻ ഒരു 2 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചുപോയി. ഇമാമ് പറഞ്ഞു, അദ്ദേഹം മരിച്ചിട്ടില്ല, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ ആ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് എന്നോട് സംസാരിച്ചു. ആ നഷ്ടപ്പെട്ടു പോയ 2 പവൻ്റെ സ്വർണത്തിൻ്റെ വില, ഇന്നത്തെ വില അദ്ദേഹം നിങ്ങൾക്ക് തിരിച്ചു മടക്കി തരും. നിങ്ങൾ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമോ? മാപ്പ് ചെയ്യുമോ? ആ വീട്ടുകാർ ചോദിച്ചത് ആരാണ്? എനിക്കറിയില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഇന്ന വ്യക്തിയാണ്. ഒരാളുടെ ആത്മാഭിമാനത്തെ നമ്മൾ പിച്ചു ചീന്തരുതല്ലോ. എനിക്കും ആ വ്യക്തിയെ അറിയില്ല. നിറഞ്ഞ കണ്ണുകളോടെ ആ വീട്ടുകാർ പറഞ്ഞു, ഞങ്ങൾക്കറിയണ്ട, നാളെ പരലോകത്തും റബ്ബ് നമ്മളെ വ്യക്തമാക്കി തരാതിരിക്കട്ടെ. പശ്ചാത്താപ മനസ്സോടെ മടക്കി തന്ന ആ ക്യാഷ് ആ കുടുംബത്തിലേക്ക് ആ ഇമാമ് കൊടുക്കുമ്പോൾ ആ വ്യക്തിക്ക് ഞങ്ങൾ പുറത്തു കൊടുത്തു. സഹോദരങ്ങളെ, പരിശുദ്ധ റമളാൻ, ഇങ്ങനെ ഒരു മാറ്റമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഒരു വലിയ രാഷ്ട്രീയ പ്രമുഖൻ പറഞ്ഞതുപോലെ, മുസ്ലിമീങ്ങൾ ഒരു വർഷക്കാലം കാണുന്ന പാപങ്ങളും തെറ്റുകളൊക്കെ ചെയ്യും, റമളാനിൽ പൊറുക്കലിനെ തേടും. അതല്ല സഹോദരങ്ങളെ, ഒമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ ആരാണ് നമുക്ക് പുറത്തു തരാനുള്ളത്? പശ്ചാത്താപ മനസ്സോടെ ഇനി ജീവിതത്തിലേക്ക് ഞാൻ പാപത്തിലേക്ക് മടങ്ങില്ല എന്ന ദൃഢപ്രതിജ്ഞയോടുകൂടി അള്ളാഹുവിനെ അറിയുമ്പോഴാണ്, മരണാനന്തര ലോകത്ത് ഇതിന് സമാധാനം പറയേണ്ടി വരുമെന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്, ഖബറിൽ ഞാൻ ഒറ്റയ്ക്കാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ്, ആ ഇരുട്ടിൽ എനിക്ക് വെളിച്ചമാകണമെന്ന ചിന്തയുണ്ടാകുമ്പോഴാണ് മനുഷ്യൻ മനുഷ്യനായി മാറുന്നത്. മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന ഒരു ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.